പ്രിയപ്പെട്ടവരെ, ദുആ ചെയ്യണം. എപ്പോഴും നമ്മൾ ദുആ ചെയ്യണം. ചെയ്താൽ മലക്കുകൾക്ക് നമ്മുടെ ശബ്ദം പരിചയമാണ്. ഒരാൾ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ, താനെ ഫോൺ വിളിക്കണം, ഈ വിളിക്കണത് ആരാന്ന് മനസ്സിലാവുമല്ലോ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ മലക്കുകൾക്ക് നിന്റെ ശബ്ദം കേട്ടാൽ അറിയണം. അങ്ങനെ ഒരു ബന്ധം നീ ഉണ്ടാക്കണം. അതാരോടാ പറയണത്? പള്ളിയിലെ ഖത്തീബ് ഉസ്താദ് നിസ്കാരം കഴിഞ്ഞിട്ട്, റബ്ബേ നീ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ല, സ്വർഗം കൊടുക്കണേ അല്ല, സദ്യ ഉണ്ണാനിരിക്കണ പോലെ നമ്മളിരിക്കണ പള്ളിക്കകത്ത്. ആരാപ്പാ ആമീൻ പറയണേ? ദുആ ചെയ്യണ ഉസ്താദിന് തന്നെ തോന്നും, ഞാൻ എന്തിനാ അല്ല, ആർക്ക് വേണ്ടി അല്ല ചെയ്യണേ. നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മളൊക്കെ ദുആ ചെയ്യുന്ന സമയത്ത് ഇരിക്കണ കോലം കണ്ടു കഴിഞ്ഞാൽ എന്താ പടച്ചോനിലെ ഗർഭിണി പെണ്ണുങ്ങൾ ഇരിക്കണ പോലെ ഭിത്തി ചാരിയിരിക്കും, തൂണി ചാരിയിരിക്കും. ചിലരൊക്കെ കൈവച്ചിരിക്കണത് ഇങ്ങനെ. എടാ പൊന്നാര ചങ്ങാതി, അള്ളാഹുടെ മുന്നിലല്ലേ ചോദിക്കാനിരിക്കണേ. നമ്മളൊക്കെ ചിന്തിക്കേണ്ടത്, നമ്മൾ ആവശ്യക്കാരാ. അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ആത്മാർത്ഥമായിട്ട് ചോദിക്കുക, അദബ് മര്യാദയോടുകൂടി ചോദിക്കുക. എല്ലാവരും ചോദിക്കുമല്ലോ, എന്താ ഉസ്താദെ നമ്മൾ ദുആ ചെയ്തിട്ട് സ്വീകരിക്കണില്ല? ഉസ്താദെ ഞാൻ ദുആ ചെയ്തിട്ട് എൻ്റെ കടം മാറുന്നില്ലല്ലോ, എൻ്റെ രോഗം മാറുന്നില്ലല്ലോ, എൻ്റെ ബുദ്ധിമുട്ടും പ്രയാസവും മാറുന്നില്ലല്ലോ. എടാ നീ ചോദിക്കേണ്ടത് പോലെ ചോദിക്കണില്ല. അതുകൊണ്ടാ വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി ഫൽയസ്തജീബു ലി. പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുന്നില്ലേ? എടാ ആരല്ലാഹുവിനോട് ദുആ ചെയ്താലും മൂന്നാലൊരു കാര്യം അല്ലാഹുവിന് കൊടുക്കുമെന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നീ കൈ ഉയർത്തിയിട്ട് താഴ്ത്തുമ്പോ എന്തെങ്കിലും ഒന്ന് നിനക്ക് കിട്ടും. മൂന്ന് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിനക്ക് കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒന്ന്, നീ ദുആ ചെയ്ത കാര്യം തന്നെ അല്ലാഹു തരും. ചിലപ്പോൾ നീ ചോദിക്കുന്നത് തന്നെ അല്ലാഹു തരാം. നീ എന്താണോ ചോദിച്ചത് അത് തന്നെ റബ്ബ് തരും. അല്ലെങ്കിൽ രണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആ ദുആ നാളെ പരലോകത്തിലേക്ക് അല്ലാഹു മാറ്റിവെക്കും. നീ ചോദിക്കുന്ന അല്ലാഹു തരൂല്ല, പരലോകത്തേക്ക് മാറ്റിവെക്കും. പരലോകത്തേക്ക് മാറ്റിവെക്കലാണ് ഏറ്റവും നല്ലത്. കാരണം നാളെ പരലോകത്ത് മീസാൻ എന്ന ത്രാസിൽ നന്മ തിന്മകൾ തൂക്കുമ്പോൾ ചില നന്മകൾ കൊണ്ടുവന്ന് ഇങ്ങനെ ഇട്ടുകൊടുക്കുക. അപ്പൊ ചോദിക്കുക, എന്താ അല്ലാ പടശ്വനി, ഇത് ഞാൻ ചെയ്തൊന്നും അല്ലല്ലോ. അപ്പോഴാ പറയണത്, നീ ദുനിയാവിൽ വെച്ച് ദുആ ചെയ്തില്ലേ, ആ ദുആയാ. നീ ദുനിയാവിൽ വെച്ച് ചോദിച്ചിട്ട് അന്ന് കിട്ടിയില്ല, അത് ഞാൻ ഇങ്ങോട്ട് മാറ്റി വെച്ചതാ. ഈ സമയത്ത് മനുഷ്യൻ പറയുവത്ര, എൻ്റെ ദുആ ഒന്നും സ്വീകരിക്കാതിരുന്നാൽ മതിയായിരുന്നു. കാരണം അവിടെ കിട്ടും. ഒന്നുകിൽ ദുനിയാവിൽ വെച്ച് കിട്ടും, ഇല്ലെങ്കിൽ ആഖിറത്തിൽ കിട്ടും. ഇനി ദുനിയാവിലും ഇല്ല ആഖിറത്തിലും ഇല്ലെങ്കിൽ മൂന്നാമത്തെ കാര്യം, നീ ചോദിച്ചത് തന്നില്ലെങ്കിലും നിനക്ക് വരാനിരിക്കുന്ന ഒരു ഷർറെങ്കിലും അല്ലാഹു തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ കൈ പൊക്കിയിട്ടുണ്ടോ, എന്തെങ്കിലും ഒന്ന് അല്ലാഹു തന്നിരിക്കും. അതാ അല്ലാഹു അങ്ങനെ മാന്യന. നീട്ടി വരുന്നവനെ നീയേ ഗേറ്റടക്കത്തുള്ളൂ. ഇപ്പൊ മദ്രസ ഈ ഇടിഞ്ഞു വീഴാൻ കിടക്കണ മദ്രസയുടെ പിരിവായിട്ട് നീട്ടി വരുമ്പോൾ നീ എന്ത് പറയും? കഥ കടച്ചിട്ടില്ല എന്ന് പറയാൻ, ഉറങ്ങുക എന്ന് പറയാൻ, പുറത്തുപോയി എന്ന് പറയാൻ. ബക്കറ്റും കൊണ്ടുവരുമ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കും. ചോദിച്ചാൽ പറയും ഒന്നുമില്ല എന്ന്. അല്ലാഹു കാക്കുമാറാകട്ടെ. നമ്മളെങ്ങനെ ഉണ്ടെങ്കിലും ഇല്ലെന്ന് പോക്കറ്റിൽ വെച്ചിട്ട് ഉറങ്ങും, ഇല്ലേ? ബക്കറ്റുമായിട്ട് വരുമ്പോൾ പോക്കറ്റിൽ വെച്ച് നമ്മളാരെന്നറിയോ? അള്ളാടെ പള്ളിക്കകത്ത് വെള്ളിയാഴ്ച പോയിരിക്കും. ഇല്ലിപ്പോൾ ബാലിന്റെ സദസ്സിൽ ബക്കറ്റുമായിട്ട് വരുമ്പോൾ 100 രൂപയുടെ നോട്ടെടുത്ത് ബക്കറ്റിനകത്തിട്ടിട്ട് 90 തിരിച്ചു വരും. 10 അള്ളാഹിക്കും. ഇതാ നമ്മളെങ്ങനെ? എങ്കിൽ അല്ല അങ്ങനല്ല. അള്ളാടെ മുന്നിൽ ആര് കൈനീട്ടിയാലും എൻ്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹു വെറുതെ മടക്കൂല. ഈ മൂന്നാല് എന്തെങ്കിലും അള്ളാഹുവിന് കൊടുക്കുമെന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വഅദിന്റെ സദസ്സിൽ ദുനിയാവിലെ സ്വർഗ്ഗമാണ്. ഈ സ്വർഗ്ഗത്തിൽ ഇരുന്ന് കൊണ്ട് പടച്ച റബ്ബിന്റെ മലക്കുകളുടെ ദുആ കിട്ടുന്ന വിഭാഗത്തിലെ പടരപടാ ചെറുപ്പക്കാരാ, ഇവിടെ ഇരുന്നിട്ട് അല്ലാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുന്ന വിഭാഗത്തിൽ പെടണേ. അതിന് ചെയ്യേണ്ട കാര്യം എന്തെന്നറിയോ? ജീവിതത്തിൽ വന്നുപോയ പിഴവുകൾ മുഴുവനും പടച്ച റബ്ബിന്റെ മുന്നിൽ ഏറ്റുപറയലാ നല്ല വഴി. എന്തിനാ പറയുന്നതെന്നറിയോ? കള്ളു കുടിക്കുന്നവനോട് തൗബ ചെയ്യാ പറയുന്നത് വെറുതെയല്ല. വ്യഭിചരിച്ചവനോട് തൗബ ചെയ്യാ പറയുന്നത് വെറുതെയല്ല. അല്ലാഹു പറയുന്നത് വെറുതെയല്ല. അല്ലാഹുവിന്റെ പ്രവാചകനവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, മരണം വരുന്നതിന് മുമ്പേ നിങ്ങൾ തൗബ ചെയ്യടേ. നിങ്ങൾ തൗബ ചെയ്യാതെ മരിക്കാൻ പാടില്ല. സഹോദരാ, എപ്പ ഏത് രീതിയിലാണ് മരണം വരുന്നതെന്ന് നിനക്കറിയില്ലല്ലോ. അതാ മരണം അടുത്തു എന്ന് മനസ്സിലായാലല്ലേ തൗബ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, തൗബ പിന്തിപ്പിക്കല്ലേ. തൗബ ചെയ്താ കിട്ടുന്ന ഒരു പ്രതിഫലം എന്തെന്നറിയുവോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പ്രവാചകൻ അവിടുന്ന് തൗബയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് യുവത്വത്തിലൂടെ നടന്നു പോകുന്ന മായിസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയോ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് മായിസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ മുത്തുനബിയുടെ മുന്നിലേക്ക് കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണം നബിയേ. പറഞ്ഞതിന്റെ അർത്ഥം എന്തെന്നറിയുമോ? ഞാൻ വ്യഭിചരിച്ചു നബിയേ, ഞാൻ വ്യഭിചരിച്ചു നബിയേ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണം നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ മായിസ് എന്ന് പറയുന്ന സ്വഹാബി വന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, പോ മായിസേ. കേൾക്കാത്തതുപോലെ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മായിസേ നീ പോ. പടച്ചവനെ, എന്തേ കാരണമെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു വിടാനുള്ള കാരണം, നീ പോയി തൗബ ചെയ്യൂ. കാരണം വ്യഭിചരിച്ചവനെ എറിഞ്ഞു കൊല്ലണമെന്ന് ഇസ്ലാമിന്റെ നിയമമാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്. അവിടെ നിന്ന് കേൾക്കാത്തതുപോലെ പറഞ്ഞു വിടുകയാ. പക്ഷേ മായിസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. പിന്നെയും അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്നെ ശുദ്ധീകരിക്കണം നബിയേ. റസൂലുള്ളാഹി പറഞ്ഞു, എന്തോ വിളിച്ചു പറയുന്നു മായിസ്, കള്ളു കുടിച്ചിട്ടുണ്ടോ എന്ന് നോക്ക് സഹാബ. സ്വഹാബികൾ പറഞ്ഞു, മായിസ് കള്ളു കുടിക്കാറില്ല. മൂന്നാമത് അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്നിട്ട് മായിസ് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഞാൻ വ്യഭിചരിച്ചു നബിയേ. എനിക്കുള്ള ശിക്ഷ എന്താണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. എന്നെ എറിഞ്ഞു കൊല്ലണമെന്നാണ് ഇസ്ലാമിന്റെ നിയമം, എനിക്കറിയാ നബിയേ. ഇവരുടെ മുന്നിലൊക്കെ ഞാൻ നാണം കെടും നബിയേ. എന്നിട്ടും ഞാൻ വന്ന് പറയാറുള്ള കാരണം എന്തെന്നറിയോ? അല്ലാഹു ഒരു തെറ്റിന്റെ പേരിൽ ഒരു മനുഷ്യനെ 2 പ്രാവശ്യം ശിക്ഷിക്കില്ല. അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു തെറ്റിന്റെ പേരിൽ ഒരു മനുഷ്യനെ അല്ലാഹു 2 പ്രാവശ്യം ശിക്ഷിക്കില്ല എന്ന്. പടച്ചവനെ, ഇവിടത്തെ ശിക്ഷ ഏറ്റുവാങ്ങാൻ കഴിയുമല്ലോ. ഇതിന് മരണത്തോടുകൂടി ഒരു അവസാനമുണ്ടല്ലോ. പക്ഷേ നാളെ പടച്ചിറപ്പിന്റെ പരലോകത്ത് വ്യഭിചാരിയെ പോലെ, വൃത്തികെട്ടവരെ പോലെ, നരകത്തിന്റെ അവകാശിയെ പോലെ അല്ലാഹുവിന്റെ മുന്നിൽ പോയി നിൽക്കാതിരിക്കും പേടിയാ നബിയേ. അതുകൊണ്ട് എന്നെ എറിഞ്ഞു കൊല്ലാ പറയടേ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്നിട്ട് അവിടെ നിന്ന് ചെയ്തു പോയ പാപം ഏറ്റു പറഞ്ഞിട്ട് അവിടെ നിന്ന് പടച്ചവനെ ശിക്ഷ ഏറ്റുവാങ്ങിയെന്ന് ചരിത്രം പറയുമ്പോ എന്തുകൊണ്ടാണെന്നറിയോ? മോനെ, അല്ലാഹുവിന്റെ മുന്നിൽ രക്ഷപ്പെടണമെന്നുള്ള ആഗ്രഹം കൊണ്ടാ സഹോദരാ. അതുകൊണ്ട് ഈ വഅദിന്റെ സദസ്സിലിരിക്കുന്നവരോട് ഞാനൊരു ഓർമ്മപ്പെടുത്തലാ. പാപം ചെയ്യുന്നവരുണ്ട്, തെറ്റ് ചെയ്യുന്നവരുണ്ട്, കള്ള് കുടിക്കുന്നവരുണ്ട്, വ്യഭിചരിക്കുന്നവരുണ്ട്, ഭർത്താവിനെ വഞ്ചിക്കുന്ന പെണ്ണുങ്ങളുണ്ട്, ഒരുപാട് പാപം ചെയ്യുന്നവരുണ്ട്. ഇന്ന് വരെ ആരും കണ്ടിട്ടില്ല, ഇന്ന് വരെ ആരും അറിഞ്ഞിട്ടില്ല, ഇന്ന് വരെ ഒരാളും പിടിച്ചിട്ടില്ല. അത് നിന്റെ കഴിവല്ലടാ ചെറുപ്പക്കാരാ. പെങ്ങളെ, അത് നിന്റെ ബുദ്ധിയാണെന്ന് നീ കരുതരുത്. അതുകൊണ്ട് റബ്ബ് നിന്നോട് കരുണ കാണിക്കുന്നതാണ്. നിന്റെ മക്കളെ ഓർത്തിട്ട്, നിന്റെ കൂടപ്പിറപ്പുകളെ ഓർത്തിട്ട്, പടച്ചവരെ നിന്റെ മാതാപിതാക്കളെ ഓർത്തിട്ട് അല്ലാഹു കരുണ കാണിക്കുന്നതാ. എങ്കിലും മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, 3 പ്രാവശ്യം കഴിഞ്ഞാ നീ സൂക്ഷിക്കടേ. 3 പ്രാവശ്യം കഴിഞ്ഞാ നീ സൂക്ഷിക്കടേ. 3 പ്രാവശ്യം കഴിഞ്ഞാ നീ സൂക്ഷിക്കടേ. 1 വട്ടം ചെയ്തു പിടിച്ചില്ല, 2 വട്ടം ചെയ്തു പിടിച്ചില്ല, 3 വട്ടം ചെയ്തു പിടിച്ചില്ല. മോനെ, പിന്നെ ചെയ്യുമ്പോ നീ സൂക്ഷിച്ചോ, നീ ചെയ്യുമ്പോ സൂക്ഷിച്ചോ. 3 കഴിഞ്ഞാൽ എപ്പോ വേണമെങ്കിലും നിന്നെ പിടിക്കും.
പിടിക്കപ്പെടുമടാ. പെങ്ങളെ, ഭർത്താവിനെ വഞ്ചിച്ച് കാമുകനെ വീടിന്റെ അകത്ത് കയറ്റുന്ന പെണ്ണ്, കറങ്ങി നടക്കുന്ന പെണ്ണ്, പല നാൾ കള്ളൻ ഒരു നാള് പിടിക്കപ്പെടും പെങ്ങള്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ജീവിതത്തിൽ ചെയ്തു പോയത് മുഴുവനും പടച്ച റബ്ബിന്റെ മുന്നില്, അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് ഈ വഅദിന്റെ സദസ്സിലിരിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ, ഇന്നിവിടെ ഇരുന്ന് തൗബ ചെയ്തിട്ട് പിരിഞ്ഞു പോവുകയാണ്. ഇന്ന് ദുആ ചെയ്യുമ്പോ പടച്ച റബ്ബിനോട് പറഞ്ഞ് ജീവിതത്തിൽ ചെയ്തത് മുഴുവനും അല്ലാഹുവിന്റെ മുന്നിൽ ആത്മാർത്ഥമായിട്ട് ഏറ്റു പറഞ്ഞു. എന്തേ പ്രതിഫലമെന്നറിയോ? എന്തേ പ്രതിഫലമെന്നറിയോ? സഹോദരാ, ഒരുപാട് നിലവിളിക്കണമെന്നില്ല. പലർക്കും എങ്ങനെയാണ് പറയേണ്ടതെന്ന് പോലും അറിയില്ലല്ലോ. അല്ലാഹുവിന്റെ മുന്നിൽ എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടതെന്നറിയില്ലല്ലോ. 1 മണിക്കൂറൊന്നും ദുആ ചെയ്യണ്ട. പറയുന്നതൊരു ചെറിയ വാക്കാണെങ്കിലും ഇഖ്ലാസോടുകൂടി പറഞ്ഞാൽ അല്ലാഹു അവിടുന്ന് സ്വീകരിക്കുമല്ലോ. ഒരു ചരിത്രം പറയട്ടെ. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ പ്രവാചകനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുന്നിലേക്ക് ജനങ്ങൾ കടന്നു വന്നിട്ട് പറയുന്നു, മൂസ നബിയേ, വെള്ളമില്ല നബിയേ, വെള്ളക്ഷാമമാണ് നബിയേ, നാൽക്കാലികൾക്ക് പോലും കുടിക്കാ വെള്ളമില്ല. അതുകൊണ്ട് അല്ലാഹുവിനോട് മഴ കിട്ടുന്നതിന് വേണ്ടി ദുആ ചെയ്യണം. മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ തന്റെ അനുയായികൾ വന്ന് പറയുമ്പോ മൂസാ നബി അവിടെ നിന്ന് പറഞ്ഞു, എല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടാറ്. അവിടെ ഒരു ദിവസം പറയുകയാണ്, നാട്ടുകാര് മുഴുവനും ഒരുമിച്ച് കൂടണേ. അങ്ങനെ ഒരു വലിയ ഗ്രൗണ്ടിലെ ജനങ്ങൾ മുഴുവനും ഒരുമിച്ച് കൂടുകയാണ്. മൂസാ നബി അലൈഹിസ്സലാം അവരുടെ മുന്നിലേക്ക് വന്നിരുന്നു. എന്നിട്ട് ഈ ലോകത്തിന്റെ അധിപനായ പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് തന്റെ ഇരുകരങ്ങൾ ഉയർത്തിയിട്ട് മൂസാ നബി അവിടെ നിന്ന് ദുആ ചെയ്യുന്നു, അല്ലാഹ് മഴ തരണേ, അല്ലാഹ് മഴ കിട്ടുന്നതിന് വേണ്ടി പടച്ചറപ്പിനോട് ദുആ ചെയ്യുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, മഴയുടെ ഒരു അടയാളവും കാണുന്നില്ല. മഴയുടെ ഒരു അടയാളവും കാണുന്നില്ല. അതാ മൂസാ നബി അവിടെ നിന്ന് ദുആ ചെയ്യുമ്പോ അതാ പറയുന്ന മൂസ നബിയേ, അല്ലാഹു മഴ തരില്ല നബിയേ, ദുആ സ്വീകരിക്കില്ല നബിയേ. കാരണമെന്തേ ജിബ്രീൽ? കാരണമെന്തേ ജിബ്രീൽ? അങ്ങയുടെ മുന്നിലിരിക്കുന്ന ജനങ്ങളുടെ ഇടയില്, അങ്ങയുടെ മുന്നിലിരിക്കുന്ന ജനങ്ങളുടെ ഇടയില് 40 കൊല്ലമായിട്ട് പാപം ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരുത്തനിരിപ്പുണ്ട്. അവൻ 40 വർഷമായിട്ട് അല്ലാഹുവിനെ മറന്നു നടക്കുന്നവനാ. അവൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകാതെ അല്ലാഹു മഴ തരില്ല നബിയേ. മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ 70,000-ഓളം വരുന്ന ജനങ്ങൾ ഇങ്ങനെ ഒരുമിച്ചിരിക്കുകയാ. ആരാ? അല്ലാഹ്. മൂസാ നബി അവിടെ നിന്ന് പറഞ്ഞു, 40 കൊല്ലമായി പടച്ച റബ്ബിനെ മറന്നു നടക്കുന്ന ഒരു മനുഷ്യൻ ഇവിടെ ഇരിപ്പുണ്ട്. അവൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകാതെ മഴ പെയ്യുകയില്ല. പടച്ചവനെ, ജനങ്ങൾ പരസ്പരം നോക്കുന്നു, ആരാ? അല്ലാഹ്. 40 കൊല്ലമായി പടച്ചവനെ മറന്നു നടക്കുന്ന ധിക്കാരിയായ മനുഷ്യരാരോ? എല്ലാവരും പരസ്പരം നോക്കുകയാണ്. ആ കൂട്ടത്തിൽ അവനുമുണ്ട്, ആ കൂട്ടത്തിൽ അവനുമുണ്ട്. അവൻ ചിന്തിച്ചു, അല്ലാഹ്, എന്നെ കുറിച്ചാണല്ലോ പടച്ച റബ്ബേ ഈ പറയുന്നത്. ഞാനിപ്പോ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയാൽ നാണം കെടുമല്ലോ അല്ലാഹ്, എല്ലാരും അറിയുമല്ലോ അല്ലാഹ്. എഴുന്നേറ്റ് പോകാതെ ഇരുന്നാൽ, എഴുന്നേറ്റ് പോകാതെ ഇരുന്ന പടച്ചവനെ മഴ വരില്ലല്ലോ അല്ലാഹ്. ഞാൻ ഇത്രയും വലിയ മോശക്കാരനാണോ അല്ലാഹ്? ആ മനുഷ്യൻ എന്ത് ചെയ്തെന്നറിയുമോ? തന്റെ തലയതാ മുട്ടുകളിലേക്ക് താഴ്ത്തി വെക്കുകയാണ്. 2 കാലുകളുടെ മുട്ടുകളുടെ മുകളിൽ തന്റെ തല ഇങ്ങനെ താഴ്ത്തി വെച്ചിട്ട് ആ മനുഷ്യൻ തന്റെ കൈകൾ ഉയർത്തിയിട്ട് അല്ലാഹുവോട് പറയുന്നു, നാഥാ, ചെയ്തത് മുഴുവനും പാപമാണല്ലോ. എങ്ങനെ
എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയില്ല റബ്ബേ. എങ്ങനെയാണ് നിന്നോട് പറയേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ ഞാൻ ചെയ്തത് മുഴുവനും പാപമാ അല്ലാ. ഇനി ഒരിക്കലും ചെയ്യില്ല അല്ലാ. അടുത്തിരുന്നവരെ പോലും അറിഞ്ഞില്ല, ഒരാളും കേൾക്കാതെ ആ മനുഷ്യൻ അല്ലാഹുവിനോട് പറഞ്ഞു, ഇനി ഒരിക്കലും ചെയ്യില്ല തമ്പുരാന്, ഇനി ഒരിക്കലും നിന്നെ മറന്നു നടക്കില്ല തമ്പുരാന്. അല്ലാ എനിക്ക് പുറത്തു തരണേ അല്ലാ, എനിക്ക് പുറത്തു തരണേ അല്ലാ. എന്റെ ദുആ സ്വീകരിച്ചാൽ മഴ തരണേ അല്ലാ. ആ മനുഷ്യൻ എവിടെയെങ്കിലും കൊണ്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്ത് കഴിയുമ്പോ ആകാശത്ത് കാർമേഘം വരികയാ, ജനങ്ങൾ മുഴുവനും ഓടുകയാണ്. പടച്ചവരെ, നാളുകൾക്ക് ശേഷം മഴ വരുന്നത് കണ്ടപ്പോ ജനങ്ങൾ മുഴുവനും അത്ഭുതത്തോടെ ഓടുകയാണ്. പടച്ച